ഹലോ അസ്സലാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ഇഫ്താർ സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നല്ല ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ ഉണ്ടാക്കാൻ എളുപ്പമാണ്. ഇതൊരു പീസ് മതി കേട്ടോ വയറ് നിറയാൻ. നമ്മൾ സാധാരണ രീതിയിൽ ചെറിയ ചെറിയ സ്നാക്സ് ഒക്കെ ഉണ്ടാക്കുന്നതിന് നല്ലത് ഒറ്റ ഒരു സ്നാക്സ് ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഇതുപോലെ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഒരു പീസ് എടുത്തിട്ടുണ്ടെങ്കിൽ അതന്നെ ധാരാളമാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടു നോക്കട്ടോ. വളരെ ഉപകാരപ്പെട്ടൊരു വീഡിയോ ആണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ മസാല ഒന്നും വഴറ്റണ്ട, പിന്നെ അതുപോലെ തന്നെ എണ്ണയിലൊന്നും ഫ്രൈ ചെയ്തെടുക്കുന്നില്ല. സിമ്പിളായിട്ട് ആർക്കും തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ അതിന് മുന്നേ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഫുള്ളായി കണ്ട് സപ്പോർട്ട് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ആദ്യം തന്നെ ഇതുപോലൊരു ബൗൾ എടുക്കുക, അതിലേക്ക് ഒരു 4 മുട്ടയാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് 3 മുട്ട വേണമെങ്കിലും വെച്ചിട്ട് ചെയ്യാം. പിന്നെ ഇതിലേക്ക് ഒരു 1/2 കപ്പിൻ്റെയും 1/4 കപ്പിൻ്റെയും ഇടയിൽ പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ബ്രെഡ് ഇട്ടിട്ട് നമ്മൾ മിക്സ് ചെയ്യണം. അപ്പോൾ ബ്രെഡിൽ ചെറുതായിട്ട് ഉപ്പിൻ്റെ ഒരു അംശം ഉണ്ടാവും, അപ്പോൾ അതനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. കുരുമുളക് പൊടിയൊക്കെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനൊരു 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. ആ കുരുമുളക് പൊടിയും ഉപ്പും എല്ലാം കൂടെ ഈ മുട്ടയിലൊന്ന് മിക്സായി കിട്ടിയാൽ മാത്രം മതി കേട്ടോ. കൂടുതലായിട്ട് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണോളം മല്ലിയിലയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇത് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സാക്കി എടുക്കുക. ഇപ്പോൾ നമ്മുടെ മുട്ടയുടെ മിക്സൊക്കെ റെഡിയായി. ഇനി ഇതിലേക്ക് ബ്രെഡാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 8 ബ്രെഡിൻ്റെ അടുത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു സൈഡിലെ കാപ്പി കളർ അതൊന്നും കളയേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതുപോലെ ചെറുതാക്കിയിട്ടൊന്ന് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഈ ബ്രെഡ് ഇതിലൊന്ന് കുതിർന്ന് കിട്ടണം, അതിന് വേണ്ടിയിട്ടാണ്. ഇനി നമ്മളിതിൽ ബ്രെഡൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സാക്കിയതിൻ്റെ ശേഷം ഈ ബ്രെഡ് കുതിരാനായിട്ട് ഇതിൽ മുട്ടൻ്റെ മിക്സ് ഇല്ലെങ്കിൽ കുറച്ചും കൂടി പാൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. പാൽ ചേർത്ത് കൊടുക്കുന്നത് തണുത്ത പാലിനെ ചേർത്ത് കൊടുക്കുക. നമ്മൾ ചൂട് പാലൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുത്താൽ മതി. ഇപ്പോൾ ഇതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ പാലും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. നല്ലപോലെ വെള്ളം പോലെ ആക്കി എടുക്കേണ്ട ആവശ്യമില്ല. എല്ലാം കൂടെ ഒന്ന് കുതിർന്ന് കിട്ടിയാൽ മാത്രം മതി. പിന്നെ നമ്മളൊരു 5 മിനിറ്റ് വെക്കുമ്പോൾ അപ്പോൾ നല്ലപോലെ ഒന്ന് ആയി കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് ബാക്കിയുള്ള ബ്രെഡും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ മൊത്തം 8 ബ്രെഡാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് എല്ലാം കൂടെ മിക്സാക്കി ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 5 മിനിറ്റ് വെക്കാം. ആ ഒരു സമയത്ത് നമ്മൾ ഇതിലേക്കുള്ള ഒരു ഫില്ലിങ്സ് ഉണ്ട് കേട്ടോ, അത് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഇതുപോലെ ഒരു ബൗൾ എടുക്കുക, അതിലേക്ക് നമുക്ക് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് ഏതാണ് ഇഷ്ടം അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ 1 കപ്പ് കാബേജാണ് കേട്ടോ ചെറുതായി മുറിച്ചത് ചേർത്ത് കൊടുക്കുന്നത്. നല്ല കനം കുറഞ്ഞിട്ട് തന്നെ മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അതേ 1 കപ്പിന് തന്നെ 1 കപ്പ് ക്യാരറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ക്യാരറ്റ് ഞാൻ ചേർത്ത് കൊടുത്തിട്ട് ഗ്രേറ്റ് ചെയ്തിട്ടാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതും ചെറിയതായി മുറിച്ചെടുത്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് മല്ലിയിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. മല്ലിയില ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ചധികം തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനൊരു കൈപ്പിടി മല്ലിയില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സാക്കി എടുക്കുക. ഇതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഈ ഒരു വെജിറ്റബിൾസ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ ബ്രെഡിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു മിക്സ് ചെയ്തപ്പോൾ, അതിനനുസരിച്ച് ഫില്ലിങ്സിൽ ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ കുരുമുളക് പൊടിയും അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് പച്ചമുളക് മുറിച്ച് ചേർക്കേണ്ടവർക്ക് അങ്ങനെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഉപ്പും കുരുമുളക് പൊടിയൊക്കെ ചേർത്തിട്ട് വീണ്ടും ഒന്നും കൂടെ ഒന്ന് മിക്സാക്കി എടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ ചെറുതായി മുറിച്ചെടുത്തുള്ള ചിക്കനാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ചിക്കന് ഞാൻ ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പാടെ ചേർത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തതാണ്. ഇനി ചിക്കൻ്റെ പകരം നിങ്ങൾക്ക് മുട്ട പുഴുങ്ങിയിട്ട് ചെറുതായി മുറിച്ചിട്ട് ഇതിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ വേണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കുക. ചിക്കൻ തന്നെ വേണമെന്നില്ല. എന്നിട്ട് എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. ചിക്കന് ചെറുതായിട്ട് മുറിച്ചെടുത്ത് തന്നെ ചേർത്ത് കൊടുക്കുക. അല്ലാതെ നമ്മൾ മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തിട്ട് അങ്ങനെയൊന്നും ചേർത്ത് കൊടുക്കരുത്. ചെറിയ ചെറിയ പീസാക്കിയിട്ട് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ സ്നാക്സ് കഴിക്കുമ്പോൾ ഇടയിലൊക്കെ അങ്ങനെ കടിക്കാൻ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മയോണൈസാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കിയതാണ്. അപ്പോൾ മയോണൈസ് ചേർത്ത് കൊടുക്കുമ്പോൾ അത്യാവശ്യം കൂടുതൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഈ ഒരു വെജിറ്റബിൾസിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ നല്ല രീതിയിൽ തന്നെ മയോണൈസ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക.
പിന്നെ വേറെ സോസും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ, മയോണീസ് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ഞാനിത് മുട്ട വെച്ചിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ 2 മുട്ട വെച്ചിട്ട് ചെയ്ത് ഫുള്ളായിട്ടുള്ള മയോണീസും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു വെജിറ്റബിൾസിൻ്റെ അളവൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഫില്ലിങ്സ് കൂടുതലായിട്ടുണ്ടെങ്കിലുള്ളൂ നമ്മുടെ ഈ ഒരു സ്നാക്സിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകുക. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് ഇഷ്ടം അതിനനുസരിച്ച് ഫില്ലിങ്സൊക്കെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഫില്ലിങ്സ് ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാന് സ്റ്റൗവിൽ വെച്ചിട്ട് നല്ലപോലെ ചൂടായതിൻ്റെ ശേഷം അതിലേക്ക് ഒരു ചെറിയൊരു പീസ് ബട്ടറാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നിർബന്ധമല്ല, നിങ്ങളുടെ കയ്യിൽ ഓയിലോ നെയ്യോ എന്താണെങ്കിലും ചെറിയ രീതിയിലൊന്ന് ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് മെൽറ്റായതിൻ്റെ ശേഷം നമ്മൾ ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നേരത്തെ മിക്സാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ബ്രെഡിൻ്റെ ഒരു മിക്സ് ഉണ്ടല്ലോ, അതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ആ ഒരു മിക്സിൻ്റെ പകുതി നമ്മൾ അടിയിൽ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക കേട്ടോ. ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ചെയ്ത് കൊടുക്കാൻ. ബ്രെഡും മുട്ട ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇപ്പോൾ പാനിൽ നല്ലപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ എല്ലാ ഭാഗത്തും ഒരേ ലെവലിലാണ് കേട്ടോ അത് സെറ്റ് ചെയ്തെടുക്കാൻ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഫില്ലിങ്സ് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതാ നമ്മൾ ഫില്ലിങ്സൊക്കെ നല്ല രീതിയിൽ തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട്. എല്ലാ ഭാഗത്തും ഒരേ രീതിയിൽ നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ബ്രെഡിൻ്റെയും മുട്ടൻ്റെയും ആ ഒരു മിക്സ് ഉണ്ടല്ലോ, അത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കുക. അതായത് ഈ ഒരു ഫില്ലിങ്സ് കാണാത്ത രീതിയിൽ ഒന്ന് കവർ ചെയ്തെടുക്കുക. ഇപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ ഫില്ലിങ്സൊക്കെ കാണാത്ത രീതിയിൽ ഞാനിവിടെ കവർ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതുപോലെ ആക്കിയെടുക്കുക കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിൽ ചിക്കൻ ഫ്രൈ ചെയ്തതാട്ടോ ഞാൻ ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് വേണമെങ്കിൽ ചെയ്തെടുത്താൽ മതി, കാണാനൊരു ഭംഗി ഉണ്ടാവും ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് ക്യാപ്സിക്കം അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളിത് ലോ ഫ്ലെയിമിൽ ഏകദേശം ഒരു 20 മിനിറ്റോളം കുക്ക് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ ഡയറക്റ്റായിട്ട് വെക്കരുത്. ഒരു ദോശക്കല്ല് എന്തെങ്കിലും പഴയത് ഇതിൻ്റെ താഴെ വെച്ചിട്ട് വേണം നമ്മൾ ഇത് വേവിച്ചെടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇതുപോലെ അടച്ചു വെച്ചതിൻ്റെ ശേഷം ഹോൾ ഉണ്ടെങ്കിൽ ഒന്ന് നമ്മൾ ഇതുപോലെ പേപ്പർ വെച്ചിട്ടൊന്ന് അടച്ചു കൊടുക്കുക. അപ്പോൾ ഏകദേശം 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ ഒരു വശം നന്നായിട്ട് ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ വേറൊരു പാൻ ഉണ്ടെങ്കിൽ അങ്ങനെ അതിലേക്ക് തിരിച്ചിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റിയതിൻ്റെ ശേഷമാണ് കേട്ടോ മറിച്ചിട്ട് കൊടുക്കുന്നത്. ഇനി ആ ഒരു വശം ഒന്ന് 2 മിനിറ്റ് നേരം ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ നമുക്ക് ദോശക്കല്ല് വെക്കേണ്ട ആവശ്യമില്ല, ഡയറക്റ്റായിട്ട് ഫ്ലെയിമിൻ്റെ മുകളിലേക്ക് തന്നെ വെച്ച് കൊടുക്കാം. അടിവശം ഒട്ടും കരിഞ്ഞിട്ടില്ല കേട്ടോ. ഇപ്പോൾ ഇതാ 2 സൈഡും നല്ലപോലെ ഒന്ന് കുക്കായതിൻ്റെ ശേഷം നമ്മളിതാ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇഫ്താറിൻ്റെ സമയത്ത് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്നാക്സാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇതിന് കൂടുതലായിട്ട് നമ്മൾ സമയം മെനക്കെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല, പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം. കുക്ക് ചെയ്യാൻ മാത്രം കുറച്ച് സമയമുണ്ട് കേട്ടോ, അല്ലാതെ ഇതിൻ്റെ ആ ഒരു ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കി എടുക്കാനൊന്നും കൂടുതലായിട്ട് സമയം ആവശ്യമില്ല. ഇതിൽ ഫില്ലിങ്സൊക്കെ നമ്മൾ കൂടുതലായിട്ട് വെച്ച് കൊടുത്തുകൊണ്ട് തന്നെ ഒരു പീസ് തന്നെ മതി കേട്ടോ വയറ് നിറയാൻ. പിന്നെ അതുപോലെ തന്നെ വെജിറ്റബിൾസൊക്കെ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഹെൽത്തിയാണ്. ഓയിലൊന്നും നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടില്ല. മുട്ടയും ബ്രെഡ് ആയതുകൊണ്ട് തന്നെ ഇത് നമ്മൾ മുറിച്ചെടുക്കുമ്പോൾ തന്നെ നല്ലൊരു സോഫ്റ്റാണ് കേട്ടോ. ടൊമാറ്റോ സോസൊക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ ഡിപ്പ് ചെയ്ത് കഴിക്കാൻ പറ്റിയ അടിപൊളിയൊരു സ്നാക്സാണ്. ഇഫ്താറിൻ്റെ സമയമൊക്കെ ആയതുകൊണ്ട് തന്നെ ഡെയിലി നമ്മൾ ഓരോ സ്നാക്സൊക്കെ തയ്യാറാക്കുമല്ലോ. അപ്പോൾ ഒരു ദിവസം ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്സാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ അറിയിക്കുക, ഉപകാരപ്പെട്ട ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.